ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് നാളെ വയനാട് മാനന്തവാടി പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഈ വ്ളോഗ് മിക്കവാറും അത് കഴിഞ്ഞിട്ടാവും വരുന്നുണ്ടാവുക. വയനാട് മാനന്തവാടിത്തെ വ്ളോഗും വരുന്നതായിരിക്കും. അപ്പം ആ പരിപാടി ഇമേജ് മൊബൈൽസിൻ്റെ ഏറ്റവും വലിയ ഷോറൂമിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതിന് പോണ വഴിക്ക് എനിക്കൊരു പണി തീർക്കാനുണ്ട്. കാരണം ഷാനുവിൻ്റെ കല്യാണത്തിൻ്റെ വ്ളോഗ്സ് എല്ലാവരും കണ്ടിരിക്കും. എല്ലാവരും വ്ളോഗുകൾ ഫുൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. കാരണം ഒന്നേക്കാൾ മണിക്കൂറിൻ്റെ ഒരു വ്ളോഗ് ഉണ്ടെങ്കിൽ പിന്നെ ചെറിയ വ്ളോഗ്സ് ഉണ്ടെങ്കിൽ പിന്നെ ഈ കല്യാണം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് തിരക്കപ്പെട്ടുകൊണ്ട് ഫുൾ നമുക്ക് എടുക്കാനും പറ്റിയില്ല. അപ്പോൾ പിന്നെ ഒരു ഷൂട്ടിൻ്റെ വ്ളോഗ് വരുന്നുണ്ട്. ചിലപ്പോൾ അത് വന്നിട്ടാവും ഇത് വരിക, ചിലപ്പോൾ അതിന് മുന്നേ അത് വരിക. എന്തായാലും എങ്ങനെയാണ് വരുന്നത് അള്ളാഹ്ക്കറിയാം, എന്തായാലും വരും. അപ്പോൾ എന്തായാലും ബഹുമാനപ്പെട്ട അഫീഫ് ഇവിടെ അന്തംഗമ്മിയായി ഒരു ചമ്പും ഇട്ട് നിൽക്കുന്നുണ്ട്. ഇതെൻ്റെ സ്കൂളത്തെ ഓട്ട മത്സരത്തിന് ടീന ആ ട്രൗസറാണത്. അന്ന് പാൻറ്റിട്ടല്ലോ ഓടിയങ്ങൾ അന്ന്. ശരിക്കും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ, ഇവല് ഓട്ട മത്സരത്തിന് നിന്നു. ഇവൽ രണ്ടാളും നിൽക്കുന്ന ടൈമിൽ അപ്പുറത്തൊരു ചങ്ങായി സ്പൈക്കിൻ്റെ ബൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവൽ രണ്ടാളും നാടൻ ചങ്ങന്മാർ. ഇതിനും അഫീഫും എങ്ങനെ അറിയോ, ഓട്ട മത്സരം ഉണ്ടോ എന്നാൽ ഞങ്ങളുണ്ട് എന്നിട്ട് ഇങ്ങനെ മാടിക്കയറ്റി പോയതാണ്. എന്നിട്ട് മാടിക്കയറ്റി പോയി കണ്ട് ഓനുണ്ട് പറഞ്ഞ് തോൽപ്പിച്ചാണ്ട് ഇവൽ ജയിച്ചു പോയി. ആ റേസിൽ സമ്മാനം കിട്ടിയോ, മെഡൽ കിട്ടിയോ? ഫൈനലായി. അതിൽ സമ്മാനമൊന്നും കിട്ടിയില്ല. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് കല്യാണം? എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? അടിപൊളിയായിരുന്നു, അടിച്ചു പൊളിച്ചില്ലേ? അടിപൊളിയായിരുന്നു. ഒന്നാമത് ഷാനുവിൻ്റെ നിക്കാഹിനു. പിന്നെ സങ്കടമുള്ള കാര്യം എന്ന് വെച്ചാൽ ഷാനുവാണ് ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്കും വരല്. ഓഫീസിൽ നിന്ന് വർക്കൗട്ട് ഓഫീസ് ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വരലുണ്ട്. പണി ഉണ്ട് അങ്ങനെ ഇതാവുന്നില്ല. ഓഫീസ് ഉണ്ടെങ്കിലും ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇനി വരില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോൾ നല്ല സങ്കടം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഈ വന്നതൊക്കെ അജുദിൻ്റെ ഫ്രണ്ട്സാണ്. അജുദിൻ്റെ ബാംഗ്ലൂരിലുള്ള സുഹൃത്തുക്കളാണ് ഈ കൂട്ടുകാരൊക്കെ. അജുദിൻ്റെ ബാംഗ്ലൂർ രഹസ്യങ്ങൾ ഫുള്ള് ചോർത്തി തരല് ഈ വരുന്ന ആൾക്കാരാണ്. അജുദ് ക്യാമറ എല്ലാം ഇങ്ങനെ പിടിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടിക്ക് നമ്മളെ കൂടെ അൻഷുണ്ട്. കാരണം ജിമ്മിക്ക് വർക്കുണ്ട്, സൽമാനും വർക്കുണ്ട്, നിയാൽ ചിലപ്പോൾ ഉണ്ടാവും. ഓരോരുത്തരുണ്ട്, പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാർക്ക് വർക്ക് ഉള്ളതുകൊണ്ട് ഓലൊക്കെ വർക്കിന് വിട്ടേക്കണം. അപ്പോൾ ഞാൻ അൻഷു ഈച്ചു അഫിനോട് ഞാൻ പോരാൻ പറഞ്ഞു. അഫി ഇല്ലയെന്ന് പറഞ്ഞു. അഫി ഇങ്ങനെയാണ്. അഫി ഒരു പരിപാടിക്കും അഫിനെന്താ കൊണ്ടുവരാത്ത വെച്ചാൽ എന്നോട് ആരും ചൂടാൻ നിൽക്കരുത്. കാരണം അഫി ഇങ്ങനെ വരലില്ല. ഞാൻ അപ്പം പരിപാടിക്കാൻ പറഞ്ഞിട്ടോ അവനിപ്പോൾ അണ്ടി ട്രൗസർ ഇട്ട് അങ്ങനെ നടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റിച്ച് പോയോ ഉണ്ടതിന് ഇവിടെ എന്തൊക്കെ വാങ്ങിയെന്നറിയോ? മറ്റേ ഓൻ്റെ ഒപ്പം ഒരു ചങ്ങായില്ലേ, ഒരു പാവം കുട്ടി. ഓൻ്റെ ഒരു പാവം കുട്ടിയില്ലേ, ഓൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അതിൽ മുട്ടിയും മൈദയും മഞ്ചൊക്കെ പാടെ ഓൻ്റെ മേത്തോടെ പിടിച്ച് അടിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വലിപ്പം നോക്കുക പറഞ്ഞു. ഞാൻ അല്ല അത് കുഴപ്പമില്ല, ബർത്ത്ഡേ ഞങ്ങളങ്ങനെ ഓനൊന്ന് മുട്ടിയിൽ കുളിപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞു പോയി. ബുദ്ധിമുട്ടായിട്ട് എന്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ഞാൻ ഒരു മിഠായി അങ്ങോട്ട് കൊടുത്തത്. ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പം ഇന്ന് ഷാനുവിനൊരു സമ്മാനം ഉണ്ട്. മൊട്ടനാക്കി കൊടുത്ത് നമ്മൾ ആക്കി കൊടുത്ത്. അപ്പം ഷാനുവിന് ഒരു സമ്മാനം ഉണ്ട്. അപ്പോൾ ഇതാണ് ഷാനുവിനുള്ള സമ്മാനം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എമ്മ മാട്രസിൻ്റെ ഒരു ബെഡാണ് ടൈം കൊടുക്കുന്നത് ഷാനുവിന്. നമ്മൾ ഇപ്പം ഇമ്മച്ചി യൂസ് ചെയ്യുന്നത് എമ്മൻ്റെ ബെഡാണ്. നല്ല ബെഡാണ്. ഞാൻ ടൈം കിട്ടുമ്പോഴൊക്കെ ഇമ്മച്ചി ഇല്ലാത്ത ടൈമിൽ ഇമ്മച്ചിൻ്റെ റൂമിൽ പോയി ഇറങ്ങലുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട്, എനിക്ക് ഓക്കെയാണ് ഹൈബ്രിഡ്. അപ്പോൾ ഞാനിപ്പോൾ ഷാനുവിന് കല്യാണത്തിന് ഷാനുവിന് എന്താ കൊടുത്തത് വെച്ചാൽ വാച്ച് കൊടുത്ത്, ഒരു അടിപൊളി കിട്ടില്ല വാച്ച് കൊടുത്ത്, പിന്നെ കുറച്ച് ഇത് കൊടുത്ത്, പിന്നെ കുറച്ച് അത് കൊടുത്ത്, പിന്നെ അത് കൊടുത്ത്, പിന്നെ ലാസ്റ്റ് ഞാനിപ്പോൾ ഇത് കൊടുക്കാനുള്ളത് ഇതാണ് ഷാനുവിന് കൊടുക്കുന്നത്. ഒരു എമ്മ മാട്രസിൻ്റെ ബെഡാണ് ഷാനുവിന് കൊടുക്കുന്നത്. അപ്പം ഷാനു എക്സൈറ്റഡ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഷാനുവിന് ആവശ്യമുള്ള നമ്മളൊരാൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനം കൊണ്ടേ കൊടുത്തിട്ട് കാലം. അപ്പോൾ അവൻ്റെ റൂമിൻ്റെ ഇൻറ്റീരിയർ കഴിഞ്ഞു, അടുക്കളൻ്റെ പരിപാടികൾ കഴിഞ്ഞു, ബാക്കിയുള്ളവൻ്റെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ, നല്ലൊരു സെറ്റപ്പിലുള്ള വാച്ച്, അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ പോകാനുള്ള ഒരു ആവശ്യം ഞാൻ അവൻ്റെ റൂമിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ ബെഡുണ്ട്, പഴയ ബെഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ബെഡ് നമുക്ക് സെറ്റാക്കാം, എന്തായാലും കല്യാണം കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പ് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ബെഡ് വാങ്ങി. എമ്മൻ്റെ ബെഡാട്ടോ വാങ്ങിക്കണം. ഞാൻ അവിടെ പോയിട്ട് അൺബോക്സ് ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാം. അപ്പോൾ നമ്മൾ പരിപാടിക്ക് പോവാണ്. ഡ്രസ്സും സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് ഷാനുവിൻ്റെ അവിടെ എത്തിയിട്ട് പോണ വഴിക്കുള്ള വിഷ്വൽസ് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നിലമ്പൂരിൽ നിന്നുള്ള യാത്ര അങ്ങനെ കൊണ്ടോട്ടിയിലെത്തി അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഏവർക്കും നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാതന്ത്ര്യ ദിനാശംസകൾ ഞങ്ങൾ നേരുന്നു. ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്നാണ്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷം അയച്ചോ? സ്വാതന്ത്ര്യം ഉണ്ട്, ചേച്ചി സ്വാതന്ത്ര്യം കിട്ടിയിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അതിന് ആരാ സ്വാതന്ത്ര്യമായിട്ടൊന്ന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. 76 വർഷമോ?
എത്ര വർഷമായി അതെനിക്കറിയാം 47 ഓഗസ്റ്റ് 15 എത്ര വർഷമായി 79 എന്നത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ നീച്ചപ്പോ കൊടിയെല്ലാം എല്ലായിടത്തും പൊക്കി കഴിഞ്ഞ് എല്ലാം അയച്ചു കൊടിയൊക്കെ. അപ്പം പണ്ടത്തെ പോലല്ല, പണ്ടെല്ലാ സ്വാതന്ത്ര്യത്തിനും പോകാനും മറ്റേ പായസം കുടിച്ചാനൊക്കെ ടൈം കിട്ടി. ഇപ്രാവശ്യം ഇന്നലെ ഷാനുവിൻ്റെ പരിപാടി കഴിഞ്ഞു വന്നാണ്ട് പെരയിലെല്ലാവരും കൂടി ചാടിക്കളി എല്ലാം കഴിഞ്ഞാൽ തന്നെ വൈകുന്നേരമാണ്. അപ്പം 78th ഇൻഡിപെൻഡൻസ് ഡേ 75th വോട്ടിന് അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആണ് കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഷാനുവിനുള്ളൊരു സമ്മാനം, ഷാനുവിന് ഓൾറെഡി ഇത് അറിയാം, കാരണം ഈ അളവുകൾ കാര്യങ്ങളൊക്കെ ഇത് കറക്റ്റ് കിട്ടിയാലേ ഇത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു സർപ്രൈസ് ഒന്നുമല്ല, പക്ഷേ സ്റ്റിൽ ഷാനുവിന് ഇപ്പോൾ മോസ്റ്റ്ലി ആവശ്യമുള്ള സാധനങ്ങളിൽപ്പെട്ട ഒരു സാധനമാണ് ഞാൻ സമ്മാനമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഷാനുവിൻ്റെ കയ്യിലുള്ളത് ഇതാണ്, പെങ്ങളെ കുട്ടി ഷാനുവിൻ്റെ. അല്ലോ, ഞാനതിൽ മയങ്ങി വീണ് പോയി വടച്ചോനെ. ഇത് വെറും ഈ കുട്ടി വെറും ഷനൂമിന്റെ കോപ്പി ആട്ടോ, അതായത് ഫസ്റ്റ് കോപ്പി, ഷാനുവിന്റെ ഫസ്റ്റ് കോപ്പിയാണ് ഈ കുട്ടി. ഒരു എടാ വെടിവെച്ചാ തോക്ക് കിട്ടിയാ, ഒറിജിനൽ കിട്ടിയാ, മറ്റെങ്ങനെ മറ്റേ ചൂണ്ടുവരലോണ്ട് ഇങ്ങനെ ചൂണ്ടലേ ടിഷ്കു ടിഷ്കു വരണ്ട്. എങ്ങനെ കരയില്ലേ അതിനെ പറഞ്ഞോക്ക്. മനസ്സിലായി മനസ്സിലായി. എന്തൊരു നല്ല ചിരിയാണോ പഠിച്ചോനെ, മാഷാ അല്ലാഹ്, സൂപ്പർ ചിരിയാണ് പഠിച്ചോനെ. പിന്നെ പേരെന്താ യൂസ്? എവിൻ കോർമത്തോ? ഓ, ഹെവി പേരാണല്ല. ചെറിയ ആകെ ഒരു മംഗളടക്കൻ്റെ അത്ര ഉള്ളൂ, എന്നിട്ട് ഹെവി പേരിട്ട് നടക്കുക. എന്താ പേര്? എവിൻ കോർമത്ത്. എന്താ പേര്? ഇത് കൂലി ഇൻസ്പയർഡ് തോക്കാണോ? കുഴപ്പമില്ല, അല്ല എനിക്കിഷ്ടപ്പെട്ട്, രസമുണ്ട്. അതെന്താരോ അത്രയും ഹൈപ്പില് പോയിട്ട് ഹൈപ്പില് നമ്മൾ സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ പോവാതെ കണ്ട ഒരു ഡീസന്റ് പടം എനിക്കിഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ഒക്കെ ചുമ്മാ എനിക്ക് പറ്റിയിട്ടുണ്ടോ? ഞാൻ ആരോടും കാണാനോ പോകാനോ ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് വേറെ തന്നെയാണ്. എനിക്ക് ആർക്കും പറ്റാത്ത പടങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക. പുഷ്പ, ദേവര, അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാത്ത പടങ്ങളാണ് ഞാൻ കൂടുതൽ കാണല്. അപ്പം നമ്മൾ ഇതുവരെ കെട്ടിയട ഇവിടെ കൊടി വഹിച്ചോ, സാധനം ഇറക്കവാ, ഇറക്കട്ടെ. വലിയൊരു വെട്ടിയാ. ആ, അവിടെ ഞങ്ങൾക്ക് ചെറിയ വെട്ടിയാ വന്നിരുന്നത്, കാരണം നമ്മൾ കൊടുത്ത സൈസും ഇതും വലുതല്ലേ. ഈശോ വണ്ടി തുറക്ക്. അപ്പോൾ ഷാനുവിനുള്ള സമ്മാനം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും നോക്കി പറയട്ടോ. അൺബോക്സ് ചെയ്യണം ഇനി പോയിട്ട്. ഷാനുവിൻ്റെ ഇവിടെ വായൊക്കെ സേഫാക്കി കേട്ടോ. വായൊക്കെ നല്ല സിമെൻറ്റും തറയിലായി സെറ്റ് ചെയ്തത്. അതേപോലെ തെങ്ങ് സേഫായി. മാല അയച്ചിട്ടില്ല കേട്ടോ. ഷാൻ എന്ത് ചെയ്താലും എന്തായാലും കല്യാണം ഇടക്കല്ലേ ഉണ്ടാവുള്ളൂ, ഒരു വട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം റെൻറ്റ് പോയിക്കോട്ടെ എഴുതി, 4 ദിവസം പെര ലൈറ്റിൽ കത്തട്ടെ എഴുതിയിട്ട് ഇട്ടൊക്കെയാണ്. തുറക്ക്. മൊത്തം കൊഴിഞ്ഞാടുവോ? ഷൂ ഷോപ്പാ. ഷാനുവിൻ്റെ ഷൂ കേക്ക് എങ്ങനെ ഉണ്ടാവുക? ഓ, എങ്ങനെ ഉണ്ടായത്? ഇനി ഇത് ഞങ്ങൾ മണ്ണാർക്കാട് പരിപാടി ഞങ്ങൾ എപ്പോഴും ഓർക്കും, കാരണം ഓരോ ഷൂ ടൈം എടുത്തിട്ടാണ് ഓരോ ഷൂവും കേക്ക് കിട്ടുന്നത്. സെറ്റായില്ലേ? വൃത്തിയായി. ഇതായിരുന്നു ഈശോ, ഇത് കേൾക്കാൻ കൊടുത്തിനോ? നല്ല കാണുന്നുണ്ടോ? കുറച്ച് കാണുന്നത് കേട്ടോ, ചെറുതല്ല. അഫിയോടുണ്ട്. അഫി വൻ സങ്കടം. ഒന്നല്ല വണ്ടിയിലേ വലിയ സന്തോഷമല്ലോ ഇന്നലെ. എനിക്ക് ആകെ ഇപ്പം ഇവലൊക്കെ ഉണ്ടെങ്കിലും ഷാനാണ് ഇപ്പം ആകെ വിളിച്ചാൽ വരല്. അഫിൻ്റെ മണി ലോണ്ടറിയാണ് ഷാനു കേട്ടോ. അതായത് ഈ പൈസ ഒക്കെ അല്ലാ ഇന്റെ മുത്താണ് ഈ വരുന്നത്. എങ്ങോട്ടാണ്? കുറച്ച് സ്ലോ ആണെങ്കിൽ ആൾ അടിപൊളിയാണ്. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടു. പേരെന്താ പറഞ്ഞത്? ഏക്കൊണ്ടല്ലേ? അയിനു. അതന്നെ, അയിനു ഏക്കൊണ്ടല്ലേ? റബ്ബേ, ഞാൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. അയിനു എന്താ വർത്താനം? സുഖാണോ? അപ്പോൾ അയിനു
ഇന്നലെ കല്യാണ തിരക്കുകൾക്കിടയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വിട്ടുപോയൊരു ക്യാരക്ടറാണ്. അതിന് എത്ര ക്ലാസ്സിലാണ് പഠിക്കണത്? ഒന്നില്. ഏത് സ്കൂളിലാണ്? മർക്കസില്. ഉഷാറായിട്ട് പഠിക്കണ്ടാ? സൂപ്പറായിട്ട് പഠിക്കണണ്ടാ? ഇന്നിപ്പോ ലീവാണോ? സ്വാതന്ത്ര്യ ദിനം. ഇന്ന് എന്തുകൊണ്ടാണ് ലീവ് കിട്ടിയത്? അറിയില്ലേ? ഇൻഡിപെൻഡൻസ് ഡേ. അതായത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആണോന്ന് അതെനിക്കറിയാം. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷമായി. എത്ര വർഷമായി? 78. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആരാണ്? ഗാന്ധി. പോലെ അത്ര അറിവൊക്കെ മതി ഈ പ്രായത്തില്. വരി, ഇതെന്താ സാധനം അറിയോ? എന്താവും? മൂത്തമ്മന്റെ മോന്റെ കുട്ടി. ഓ, നമ്മളത് പരിചയപ്പെട്ടില്ലേ? എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടന്നെ. അതിന്റെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് നിങ്ങള് മക്കള്? ഇത്രയും മക്കളെ? 1 2 3 4 5 3 മക്കള്. അപ്പൊ ഇങ്ങനെ കൂട്ടിയ എന്താ? വെല്ലിമാനൊക്കെ കൂട്ടിയോ അതില്? മൊത്തം എത്ര മക്കളാ? മൊത്തം 3 മക്കള്. വെല്ലിമാനെ കൂട്ടുമ്പോ അങ്ങനെ അനുസരിച്ച് ക്ലോസ് എടുത്താ. വെല്ലിമാനെ കൂട്ടുമ്പോ ഞങ്ങൾ എത്ര മക്കളുണ്ടോ? 1 2 3 4 5 6 7. ഇതുണ്ടാ? ഇല്ല. ഓക്കെ. 1 2 3 4 5 6 7 മക്കളുണ്ടോ നമ്മൾ ടോട്ടൽ ഉള്ളത്? ഉഷാറാണ്. പെൺകുട്ടികളെ ഏറുണ്ടോ? പെൺകുട്ടികള്? അടച്ചാനെ ചെറിയൊരു ഡീലിലെത്തിച്ച് എൻ്റെ വീട്ടിൽ പോര്. ഞങ്ങളുടെ വീട്ടിൽ എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ആൺകുട്ടികളേ ഉള്ളൂ. ഞാൻ, ഇവന്, എൻ്റെ ഇപ്പ, പിന്നെ അഫി, പിന്നെ എൻ്റെ അമ്മച്ചി. അപ്പം ഞങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികളില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സങ്കടം ഉണ്ടല്ലോ. എന്തൊക്കെയാ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കുറേ സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. എല്ലായിടത്തും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടികളെ കാണുമ്പോൾ ഞങ്ങൾ ചോദിക്കും. പൈസക്കാണെങ്കിൽ പൈസക്ക് ഇനി സ്ഥലം എഴുതി കൊടുത്തിട്ടാണെങ്കിൽ സ്ഥലം എഴുതി കൊടുത്തിട്ട് എങ്ങനെയും എനിക്കെന്താ വേണ്ടി? സ്വർണ്ണമായിട്ട് വേണോ, പൈസ ആയിട്ട് വേണോ, സ്ഥലമായിട്ടാണോ? ഒന്നും വേണ്ട. അല്ലാതെ വരും, ഫ്രീ ആയിട്ട് വരും. പെങ്ങളായിട്ട് എന്താണ് എനിക്ക് ഇഷ്ടമുള്ള? എന്താണ് ഇഷ്ടമുള്ള സാധനം? പൂളപ്പരിയോ? ഇമ്മാനിപ്പനി. മൊത്തത്തിൽ വാങ്ങണം നിങ്ങൾ വാങ്ങുമ്പോ. അങ്ങനെ ഇമ്മിപ്പ അവിടെ ഓൾറെഡി ഉണ്ട്. കുട്ടികളാണ് വേണ്ടത്. പെങ്ങള് കുഞ്ഞിപ്പെങ്ങൾ തരൂലേ? മോഹം മാത്രം ബാക്കി. എന്നാ പറഞ്ഞാൽ കുറച്ചു നേരം പെങ്ങളപ്പം സ്പെൻഡ് ചെയ്യട്ടെ. ഇനി ഒരു 15 മിനിറ്റ് പെങ്ങളായിട്ട് നിൽക്കാൻ പറ്റുമോ? 15 മിനിറ്റിന്? അത് ഓക്കെ. എന്നാ വാ. അപ്പൊ ഞങ്ങളെ ഇന്നത്തെ പെങ്ങളാണ് അയിനുട്ടാ. ഞങ്ങളെ ഞങ്ങൾ ഇന്ന് റെന്റിന് എടുത്ത പെങ്ങളാണ് അയിനു. അപ്പൊ എന്റെ ഫുൾ ടൈമിന്റെ കൂടെ വേണട്ടാ. ഞാനിന്ന് ചെയ്തിരിക്കണെന്ന് വെച്ചാല് ഷാനുവിന് എന്താണ് കൊടുക്കുന്നത്? ഒരു ഗിഫ്റ്റ്. ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഷാനുവിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ്. ഇതെന്താണ് തേടി വന്ന കണ്ടന്റ് ആയല്ലോ. ഇത് എവിടുന്ന വന്ന് കറക്റ്റ് ടൈമിൽ? നെഞ്ചെന്തെങ്ങനെ മിടിക്കണേ? പേടിണ്ടാ? പെരേന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞപ്പോളെ പെങ്ങന്മാരല്ല ഇനിയിപ്പോ പൊടിച്ചോണ്ട് പോകുന്നുള്ള പേടിയുണ്ട് തോന്നുന്നുണ്ട്. ബാ, ഇത് പൊതിച്ചാൻ കൂടി കേട്ടോ. ബാ, അവിടെ പിടിച്ചാ. പൊടിച്ചേ. പൊന്തുണ്ടോ? എന്നാ അവിടെ കിടക്ക്. പൊന്തുള്ളേ. ഇവിടെ ഇങ്ങനെ സ്റ്റൈലാക്കി നിന്നിട്ട് കാര്യമില്ല. ഇത് അതെന്താ മറ്റേ ഈ പ്ലാസ്റ്റിക് കവറല്ലേ പിടിച്ചേ? പെട്ടി പിടി അടിയിൽ. താങ്ങിക്കോ. വാ പോര്. ഇപ്പല്ല ഇവിടെ ഓളെ ആയിമിരുന്നോ? ഇതാ വരുന്നേ ദാറുൽ ഹുദാവിൻ താരകമണികൾ സ്വാഗതം. ഹലോ, ഇതാറ്? അടുക്കളയിൽ കാണാത്തൊരു മുഖം. അടുക്കളയിൽ പുലരുന്നുണ്ടാ. അനക്കമീനും ചാലിപ്പുണ്ടോന്ന്? അതിന് മുന്നേ കിടന്നോ? മേലെ കിടന്നോ? എന്താ സ്പെഷ്യല്? ബാട്ടോ അനക്കുള്ളതത്.
ബാബാ അയ്യോ അടുക്കളയിൽ കൂടെ പോയി കേട്ടോ എല്ലാവരും തട്ടിട്ടുന്നോളി. എടാ എന്താ ഇവിടെ ഇവിടെ എന്താ നോമ്പ് പറയാ? ആ എന്താ സ്പെഷ്യൽ ഉള്ളേ? അതിനോ ആദ്യത്തെയാ ബാങ്ക് ഉണ്ട്. സാധാ പോലെ കയറാൻ പറ്റില്ലല്ലോ, ഇതും പിടിച്ച് കയറണ്ടേ. ഷാനോ കത്തിയും കത്രിയൊക്കെ എടുത്തോ. ഈ ഓട്ടോട്ടിൻ്റെ ഡ്രസ്സ് ഉണക്കാട്ടൊക്കെ ഇപ്പോൾ ഇത് അടച്ചോ. അയ്യോ ഇതെന്താവും? പൊടിയോ? പൊടി ഇതിൽ പൊടിയൊന്നുമില്ല. തെർമോക്കോൾ ഉണ്ടോന്നാണ്. പക്ഷേ അല്ലേ ഇതേ ആർക്കും മുറിച്ചിട്ട് ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. ഇതേ തുറന്ന അപ്പോൾ വലുതാവും. ആ പാക്കറ്റിൽ നിന്ന് പൊട്ടണോടെ വലുതാവും. കുറച്ച് ടൈം എടുക്കും. പൊടി അവിടെ പൊടി ഇനി അടക്ക് അടക്ക് അടക്ക്. ഇത് ഒഴിവാക്കിയാലോ? എടുക്കുക പൊന്തിക്കട്ടെ. കുറച്ച് വെള്ളം കുടിച്ചു കേട്ടോ. ആ അവള് നല്ല ഒന്നുമില്ലേ? ഞാൻ കണ്ടു, ഞാൻ പരിചയപ്പെട്ടെ, മീറ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞു സൂപ്പർ വീഡിയോസാണ് കാരണം. എടാ ദൂരല്ലേ? അപ്പോൾ ഷാനുവിൻ്റെ പഴയ ബെഡ് ഇതോടെ ഞങ്ങൾ ഇവിടുന്ന് എടുത്തു മാറ്റുകയാണ്. ഇടരുടെ വാണേ കണ്ടോ? ഒറ്റ ദിവസം ബെഡ് കിടന്നിട്ടുള്ളൂ. നാളെ മുതൽ സൂപ്പർ ബെഡ് ജിങ്ക് ചിക്ക. മറ്റേ വീഡിയോ ഇറങ്ങിക്കണല്ലോ ഷാനോ, സൗവജദുക്ക ജിങ്ക് ചിക്ക. കത്രി കെട്ടിയാ അതിനു എന്താവും? ഇനി പറയാ അതിനു ഇനി അറിയില്ലേ? ഇത് ഇവിടുന്ന് ഒഴിവാക്കണുണ്ടെങ്കിൽ ഇനി ഇവിടെ എന്താവും വരിക? ഇതിനെന്താ പറയാ ഞങ്ങളവിടെ? കട്ടില്. അപ്പൊ ഇത് ഇവിടുന്ന് ഒഴിവാക്കണില്ല, ഇതാണ് ഇവിടുന്ന് ഒഴിവാക്കണം. അപ്പൊ ഇവിടെ എന്താവും വരിക? ബെഡ്. ആ എന്നെ പഴയ ടീച്ചർ സ്വഭാവം പഠിപ്പിക്കരുത്. ആ വേഗം പഠിച്ചോണ്ടിട്ടോ, ഒറ്റ പറയുള്ളൂ ഞാനല്ലോ. ഇത് മേലെ ഇരിക്കണം അല്ലേ? ഇത് കംഫർട്ടാ? ആ ഇതാർക്കഞ്ഞി കൊടുക്കുക? അല്ല മറിച്ചിട്ടുണ്ടാ പുറത്തേക്കുണ്ടോ? അങ്ങനെ വെച്ചിട്ട് നേരെ ഇങ്ങനെ വെച്ചോ, ഇങ്ങനെ വെച്ചോ, സ്ട്രൈറ്റ് ആക്കി കിടത്ത്. മറ്റേ രണ്ടും കൂടി ആകുമ്പോൾ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഡ്രെഡ് പേരൻ്റെ ഉള്ളിലിടാൻ ചെരുപ്പോ? പടച്ചോനെ പരിഷ്കാരിയാണ് കേട്ടോ ജി ഡ്രെഡ്. അയ്യോ അങ്ങനെ പറയല്ലേ. ഇതപ്പോ നനഞ്ഞോ? സ്മെല്ലില്ല. അതല്ല എങ്ങനെ അങ്ങനെ എന്തിനാ അങ്ങനെ? ആ അങ്ങനെ അല്ലാതെ വെക്കാൻ പറ്റൂലല്ലേ? അപ്പൊ റെഡിന്റെ ഡ്രസ്സും സംഭവങ്ങളൊക്കെ അവിടെ സൈഡാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് പോര് ഇവിടെ കാലുമലൊക്കെ മൈലാൻ കിട്ടീനിയോ? ഇതെന്താ? അല്ല ബെഡ് ഇങ്ങനെ സ്ഥിതിക്ക് പില്ലോ അങ്ങനെ ആവുന്ന സംശയം അല്ലാതില്ല. പില്ലോ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനോ. അപ്പം എമ്മ മാട്രസ് നൽകുന്ന ഒരു സമ്മാനം ഹൈബ്രിഡ് ബെഡ് കേട്ടോ. ഇതിലുള്ളതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ബെഡാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ, ഹൈബ്രിഡ്. ഇഞ്ഞെങ്കിലും പറ ഇതിലെന്താണ്? മറ്റൊരു ബെഡ് എന്താണുള്ളത്? ഏതോ ഒരു ബെഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം അതിനുൻ്റെ എന്താ വെച്ചാൽ സംശയം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ബെഡ് ചിലപ്പോൾ ഉണ്ടാവും. എപ്പോഴും അവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ, കൺഫേം ആയിട്ടില്ല. നീ കണ്ടിട്ടോളൂ പറയട്ടെ. അല്ല അതിനോ ഇതൊക്കെ ഇത്രയും വലിയ ബെഡ് ഞാൻ ബുദ്ധി ഉണ്ടാക്കട്ടെ കേട്ടോ. അതിമ കയറുന്ന അല്ലാജിൻ്റെ ഫ്രെയിമിൽ വരുന്നില്ലേ? ആ ഇവിടെ നിന്നോ അടി കുറിച്ച് തന്നെയാണ്. ഇത്രയും വലിയ ബെഡ് ഇതിൻ്റെ ഉള്ളിൽ വരുമോ?
വരും. എങ്ങനെ? കാരണം ഇതൊരു കൊയൽ പോലത്തെ ബെഡ് ആവുമ്പോൾ അങ്ങനെ ഉള്ള ബെഡ് എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും? അപ്പൊ ഇത് ബെഡല്ലല്ലോ. ആ ബെഡാണ് ഉറപ്പാ. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? അത് കഴിയണതാ അത്. അയിമ ഫോട്ടോ ഉണ്ടാ? ഇതുണ്ട്. ഓ സുന്ദരി ബാ. ദേ ഇത് പൊന്തിച്ചാലോ? പൊന്തിച്ച് നേരം അയിമക്കിടാ. ഒന്നുമില്ല കേട്ടോ. അവിടെ കിടക്ക്. അവിടെ പൊടി. ഇത് കേട്ടോ ജ്യൂസും സാധനങ്ങളൊക്കെ കേട്ടോ. മോട്ടറൊക്കെ ചിന്ന ഫുൾ സ്വാഗാണേ. സ്വാഗത്തെയാണ്. അതിനോ അൺബോക്സ് ചെയ്യാ? മുൻപ് താങ്കൾ ഇതുപോലെ എന്തെങ്കിലും അൺബോക്സ് ചെയ്തിട്ടുണ്ടോ? പെട്ടി ഒട്ടിച്ചിങ്ങനെ? ആരിത്? ഇമ്മച്ചിന്റെ അനിയത്തി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അമ്മച്ചിന്റെ അനിയത്തിന്റെ പെട്ടി പൊട്ടിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് അതിനു കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബെഡ് പൊട്ടിക്കാനുള്ള ഭാഗ്യം കിട്ടിക്കണോ? ഇല്ല. അപ്പൊ ഇതിനൊരു ടൂളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയണം തന്നെയാണ്, എല്ലാവരും കണ്ടതാണ് മുമ്പും. അല്ല ഇതിങ്ങനെ വെച്ചെടുത്താൽ മതി. പോവും കൂളായി പോവും. ബെഡ് കയറൂല. അടക്ക്. നമുക്കിത് വെപ്പറേറ്റാ. ഓ എന്താ കീറി, ഫുൾ കീറി. ഈ പാക്കിങ് അല്ലേ? ഓ പാക്കിങ് ഞാൻ സമ്മതിച്ചിരിക്കണ പോലെ. ഇല്ല ബെഡ് ഇതിൽ കീറൂല. ഞാൻ അയക്കാൻ പറ്റണുള്ളൂ. ഇതുകൊണ്ട് തന്നെ ഇത് പൊന്തി വരുന്നേ. ഇപ്പൊ വരും. പൊട്ടിട്ടപ്പോ മാറിന്നോളി മാറിന്നോളി. അയ്യേ അതിൻ്റെ ആവശ്യമില്ലടാ ഈച്ചോ. അതാകുമ്പോഴാണ് പൊട്ടുക. കണ്ടോ? ഇത്രേ ഉള്ളൂ. ഫുള്ള് പോന്നു. ഇതില്ലേ ടൈം എടുത്തിട്ടേ ഒന്ന് പമ്പാവുള്ളൂ കേട്ടോ. അല്ല മുമ്പേ എങ്ങട്ടാ? യോ ഇതിന് സൗണ്ട് നോക്ക്. നീ എയർ പിടിച്ചു വരണം. ഇങ്ങനെയാണോ? ഇതിപ്പോഴേ തിരിച്ചിടാൻ കഴിയുള്ളൂ ഈച്ചോ? ഈച്ചോ ബ്ലാക്ക് അടിയിലും ഇത് മേലെ. ഇത് ടൈം എടുക്കട്ടോ ഞാൻ കുറച്ചു നേരം. ഈശോ ആദ്യം കവറൂല. ഇതിന് എന്താ ചെയ്യേണ്ട അറിയോ? വെള്ളത്തിലിട്ടച്ചിട്ട് കുതിർക്കണം. പിന്നെ അങ്ങനെ കുതിർക്കാതെ എങ്ങനെ ഇത് ബെഡാവുക? ഇത് അളവ് തന്നത് അത് വലുതാവും. വലുതാവുണ്ട്. ഇവിടെയൊക്കെ ഫില്ലാവണ്ടറാ. ഇത് പറിക്കണം. ഉണ്ട്. പ്ലാസ്റ്റിക് വേണ്ട. വലുതാവും നല്ല ടൈം എടുക്കും. ഇതിനി വലുതായാണ്ടില്ലേ നല്ല സൈസാവും. ഓ ഇത് എവിടെ ആയിട്ടില്ല കേട്ടോ. എനിക്ക് വേണോ ഷാനു? ഇത് മുറിച്ചണം. എടാ മുറിച്ചുമ്പള വലുതാണ് നോക്ക്. അല്ലേ? ശരിയടാ മുറിച്ചുമ്പള വലുതാണ്. മുറി 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 മുറി. എടാ വലുതാവണത് വലുതാവണ വലുത് സെറ്റായി. എടാ കറക്റ്റ് അളവ്. ഞാൻ പേടിച്ച് മറച്ചാനെ. ആറ്റുനോറ്റൊരു സമ്മാനം കൊണ്ടുവരാണേ. കേട്ടല്ലേ? ഇത് പിടിച്ചോ. എടാ അതാ ആദ്യം കയറണ്ടി. ഇനി കുഴപ്പമില്ല. അതുകൊണ്ടാ അതിൻ്റെ ഇവിടെയാണിത് മൂർച്ചയുള്ളത്. ഇവിടെ 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 പൊന്തിച്ചെടുക്കണോ?
അഞ്ചുണ്ടിപ്പം ഇവിടെ എത്തിക്കണല്ലോ. കൊണ്ടോട്ടി അതോ പീടിയിലേക്ക് ഉണ്ടായിരുന്നു ഉണ്ട്. അങ്ങനെ എന്നോട് പറഞ്ഞേ. ഞാൻ കൂട്ടാൻ വരാനാ പോകണ്ടെന്ന് പറഞ്ഞു. അവിടെ എനിക്കൊരു ഡൗട്ടുള്ളു. ആരോട്? ആര് ആര് ആരാ? എന്താ? എവിടുന്ന് വരുന്നു? കുടുംബകലഹം ഉണ്ടാക്കാൻ വർഷാപ്പിൽ ജയ്സലാക്കാന്റെ ആയോ? എന്താ ജയ്സലാക്കാന്റെ ആരാ? എടാ എന്റെ അതേമാതിരി എന്റെ മുടി ചേർക്കുന്നത്. വണ്ടി കണ്ടിട്ട് വന്നാ? അല്ല ആരാണ് ഈ ഫാൾസ് ഇൻഫർമേഷൻ തന്നെ? ഞാനും ഇവിടെ തെറ്റിലാണ്. അന്റെ പേരെന്താ? ഇർഫാന്. എവിടുന്ന നിങ്ങള് വരുന്നത്? ബാലസഭ? ബാലസഭ ഇനി എവിടെയാണ് ബാലസഭ നടക്കണേ? കഴിഞ്ഞോ ബാലസഭ? കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലേ? കൂടെ അംഗനവാടിന്ന് വരും. അപ്പൊ നിങ്ങള് വീട്ടിൽ നിന്ന് ബാലസഭ എവിടെയോ കൂടിയ? പഞ്ചായത്ത് സ്കൂളിലോ? പഞ്ചായത്തിലോ? മുനിസിപ്പാലിറ്റിയിലോ? കോർപ്പറേഷൻ? വീട്ടിൽ നിന്ന്? ആരെ വീട്ടിൽ നിന്ന്? പാത്തുമാത്താന്റെ വീട്ടിൽ നിന്ന്. എത്രത്തോളം യുവാക്കൾ പങ്കെടുത്തു? 10 ആളോ? എന്നാ ബളിയും കൂട്ടി കൂടി. അതിനും ബളും ബാലല്ലേ? ബാലസഭയില് ഇജുണ്ട്? ബാലസഭയില് കൈകുള്ളല് മാത്രം എടുക്കുള്ളൂ. പാട്ടൊക്കെ പാടൂല. ഇന്നെ കൂട്ടോ? കഴിഞ്ഞു. ബാലസഭയിൽ എന്തൊക്കെ പരിപാടികളുണ്ടാവും? പാട്ട്, ഡാൻസ്, നാടകം? വെറും പാട്ട്. അപ്പൊ രാവിലെ തൊട്ട് ബാലസഭ തുടങ്ങിയ പാട്ട് ഇങ്ങനെ തുടങ്ങും. കുറച്ചു നേരം അയക്കണേ. ടൈം എടുത്തിട്ടാണ് ബാലസഭ പറഞ്ഞത്. എന്താ കിട്ടുക അവിടുന്ന്? ലാസ്റ്റ് പോകുമ്പോ ഫുഡ് കിട്ടുമോ? കൂറന്റെ ആ അടപ്പുണ്ട് ആ സൗണ്ടിന്. കറക്റ്റ്. നോക്കട്ടെ എന്റെ കൊട. ഇതിന് പി പി ഉണ്ടോ? ഇതിമ പി പി ഉണ്ടല്ലോ. ഇത് പി പിയുടെ അല്ല പി പി ആരെടുത്ത്? ഇത് പോപ്പിക്കോടയാ? ദത്ത ഇങ്ങനെ പോലെ എടത് എങ്ങനെയുണ്ട് ഷാനു? ഇതൊക്കെ കൂട്ടിക്കാണി. ഓ എന്ത് കൊടയത്? ഇതേ ഇതിന്റെ കൈയൊന്നും ഇവിടെ നിന്ന് പോയി കുത്തരുത് കേട്ടോ. മുറിയാവും. ഇത് ചിലപ്പോ ഫില്ലായി നിക്കാനാവും. ഓ എടാ സെറ്റ് ആയില്ലേ? നല്ല കംഫർട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കില്ലേ സെറ്റ് ബെഡാ. ബെഡോ? ബെഡിലിരുന്നുണ്ട്. അതിനൊന്ന് കടന്നാ. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടാ? എടാ ഒന്ന് കടന്നാ. എന്തായാലും വന്നല്ലേ? സംഭവിച്ച് കലഹം ഉണ്ടാക്കാൻ വന്നാണേലും ശരിക്കും കിടക്ക്. എങ്ങനെയുണ്ട്? സുഖം. സുഖം. ഒറ്റ അഭിപ്രായമുള്ളൂ. സുഖം. ഇനി എണ്ണിമാളു എങ്ങനെയുണ്ട്? സുഖണ്ടോ? അപ്പൊ ബാലസഭ അപ്രൂവ്ഡ്. ബാലസഭ അപ്രൂവ് ചെയ്തൊരു ബെഡാണ്. എന്ത് ബ്ലോഗോ? ബാലസഭ വിട്ടുപോയി. അന്ന് ബാലസഭ ഇല്ല ഇനി കല്യാണം വിളിക്കണമെന്ന്. ഇവര് മീറ്റിംഗ് കൂടണ ശനി ഞായറല്ലേ? അന്ന് നമുക്ക് വർക്കും ഉണ്ടായി. ഇൻഷാല്ലാ നമുക്ക് കല്യാണം വലിയ പരിപാടി കൂടണം കേട്ടോ. ഇപ്പൊ ഓളെ പരിയിലല്ലേ നടന്നത്. ഇനി നമുക്ക് ചെക്കൻ്റെ വീട്ടിലത്തെ കലാപരിപാടികളുണ്ട്. അന്ന് ഞാനൊക്കെ ഉണ്ടല്ലോ ഒരു 10 എണ്ണാവും. എനിക്ക് 5 എണ്ണാവാൻ പറ്റിയിട്ടുള്ളൂ പെരിന്തമണ്ണ തന്നെ. ഞാൻ എത്ര എണ്ണാവും? 10 എണ്ണാവും. 100 സ്പിരിറ്റ് ഇല്ല ആളാ.
അതിൻ്റെ പെങ്ങളെ മറന്നല്ല. പെങ്ങളെ ഞാൻ പെങ്ങളാക്കി എടുത്തിട്ടോ. ആ ഓളോട് ഞാൻ ചോദിച്ചു, അതായത് സ്ഥലം തരാം, അല്ലെങ്കിൽ ഗോൾഡായിട്ട് തരാം, അല്ലെങ്കിൽ പൈസ ആയിട്ട് തരാറിന്. അങ്ങനെയൊന്നും എനിക്ക് വേണ്ടാറിന്. അപ്പം പിന്നെ എന്താ ചെയ്യാൻ പറ്റും? അപ്പം പെങ്ങളായിട്ട് വരാൻ പറ്റില്ല, അവിടെ 8-10 ആളുണ്ട്. വേണമെങ്കിൽ അപ്പം ഞാൻ ചോദിച്ചു, ഒരു 15 മിനിറ്റിന് പെങ്ങളായിട്ട് അഭിനയിക്കാൻ പറ്റുമോ ചോദിച്ചു. അത് കുഴപ്പമില്ല, ഞാൻ ഡീല് ചെയ്യാം. ഞാൻ ചോദിച്ചു അന്നേരം കല്യാണം ഇല്ല, എനിക്ക് ആ ബേബിനെ തരൂല പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ 2 ലാപ്ടോപ്പ് ഉണ്ട്, ആ 2 ലാപ്ടോപ്പ് എന്നാല് ഈ ബേബിനെ തരുവോ. രണ്ട് ബേബിനെ അല്ല 2 ലാപ്ടോപ്പ് ഉണ്ട് എന്റെ അടുത്ത്, 2 തന്നാ എനിക്ക് ബേബി ഒന്ന് തരുവോ വെച്ച്. പിന്നെ അമ്മാണ്ട് അറിയാ മിൽത്താത്തൊക്കെ ബേബി ഇല്ലാഞ്ഞിട്ടല്ലമ്മ 2 ലാപ്ടോപ്പ് തരാ പറഞ്ഞേ. നമ്മളെ ബേബിനെ കൊടുത്തു. 2 ലാപ്ടോപ്പിന് പെങ്ങളെ കച്ചവടാക്കിയില്ല ജി. കാണുന്ന ചെറിയ മാത്രമേ ഉള്ളൂ, കച്ചവട ബുദ്ധി ഉണ്ട്. സുന്ദരി ഇങ്ങോട്ട് വരി. എല്ലാ സുന്ദരിമാരും സുന്ദരന്മാരും ഇങ്ങോട്ട് വന്നാട്ടെ. പോയിക്കോളി. ആ ചായ അടിച്ചോ? ബാലസഭയിൽ നിന്ന് ഓൾറെഡി കിട്ടിയോണ്ടാ ഇവിടുത്തെ ചായ കടിയൊന്നും പറ്റാത്ത. ഏത് ബിസ്ക്കറ്റാണ്? ആറാറൂട്ടാണോ, ബോർബൺ ആണോ, ടൈഗർ, ബാർലേജിയോ? ബാർലേജി ബാർലേജി ബിസ്ക്കറ്റ്. ഇതെന്താ ഷാനോ? ഇതെന്താ ലൈറ്റ്? ഇപ്പൊ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളൂ, 4-ാം ദിവസമായിട്ട് അയച്ചിട്ടില്ല, പൊലി കൊണ്ട് വെച്ചേക്കാണ്. അപ്പൊ സാധാരണ കല്യാണപ്പരിയിൽ തലേന്ന് മാത്രം എന്നിട്ട് പിറ്റേന്ന് അയച്ചില്ലാണ്. 2 ദിവസമായിട്ട് ഇത് അയച്ചിട്ടില്ല. അങ്ങനെ ഷാനു ഇവിടെ തന്നെ ഷോപ്പില്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് മൂപ്പർക്ക് ലൈറ്റിന്റെ ആവശ്യമില്ല. അപ്പം ബെഡ് ഷാനോ ബാ, ബെഡിന് ഒറ്റക്കാക്കി. ഇത് ഇനി ഷാനോ കുറച്ചും കൂടി ഇതാവും, കുറച്ചും കൂടി സെറ്റ് ആവും. എനിക്ക് തോന്നേ ഇജ്ജ് കൊടുത്ത ഹൈറ്റ് നല്ല ഹൈറ്റാണ്, അതാണ് ഇങ്ങനെ നിൽക്കണേ. അത് വേണ്ടേ? കാരണം എനിക്ക് തോന്നുന്നു 8 ഇഞ്ചോ 10 ഇഞ്ചൊക്കെ നിങ്ങൾ കൊടുത്തിക്കണേ അല്ലേ? കസ്റ്റമൈസ്ഡാ. ഹൈറ്റ് കസ്റ്റമൈസ് ചെയ്യാ, എല്ലാം കസ്റ്റമൈസ് ചെയ്യാ ഫുള്ള്. ഇപ്പൊ ഇത് അതിലില്ല ഏറ്റവും ഇപ്പനോട് വരാൻ ഇപ്പൊ കണ്ടില്ലല്ലോ. ഇപ്പാ വരി. അസ്സലാമു അലൈക്കും. ഒന്നും കുഴപ്പമില്ല, കാക്കിക്കൊന്നും കുഴപ്പം. ഇവിടെ വന്നാണി സാറിനുണ്ടോ? എന്നാ മാറ്റി എഴുതി. നല്ല ആളാ, ഇഷ്ടപ്പെട്ടാ? ഇനി ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ഇതിലെങ്ങനെ കടക്കാനാവില്ല. അപ്പൊ എങ്ങനെ നിങ്ങൾ ഉറങ്ങല്? ഇരുന്നാണ്ടാ? അല്ല, ഞാന് സോഫയിൽ ഒറ്റക്ക് മൂടി പോയിട്ട് നല്ല സോഫയിൽ ഒറ്റക്ക് മൂടി പോയി ചേർക്കല. എവിടെ? എന്റെ മൂട്ടില് കൽക്കുഞ്ഞനാ. എനിക്ക് എന്താ പരിപാടി? ജി സ്പൈഡർമാനത്തെ മറ്റേതാണോ, വില്ലനാണോ ജി? കൽക്കുഞ്ഞനൊക്കെ ബാക്കെന്ന് വരാന് എന്തൊക്കെയാണ് ഇപ്പത്തെ തലമുറന്റെ കജിയിലുള്ള ടെക്നി. ചിരിച്ചു നോക്ക്. ഇവിടെ സ്ലോ പേസ് ചിരിയാണ്, ഇവള് കുറഞ്ഞ പോലെ. വെറും നൂറന്നട്ടോ കാട്ടിക്കൂട്ടല്. അതിന്റെ ശരിക്കുള്ള പേരെന്താ? ഫാത്തിമ. എന്ത് പേരാ? പെട്ടെന്നിട്ട് പോയോ പേര്? റയ്യ. ഇത് ഐനു. ഇതോ മുഹമ്മദ് റിഫാൻ, റൈന, ഐനു അല്ലേ? റയ്യ. ഓക്കെ. കംഫർട്ട് പിടിച്ചോ ഇതിന്റെ മേലെ കൂടെ? അപ്പൊ ഒന്നുകൂടി സെറ്റ് ആവും ശരിക്കും അല്ലേ? ഇത് കുറച്ചുകൂടി ഹൈറ്റ് വെക്കും. ഈ ഹൈറ്റ് അല്ല, നല്ല ഹൈറ്റ് വെക്കും. ഇത് ഇതാക്കി കൊടുന്നല്ലേ, ഉള്ളിലിട്ടിട്ട് എയർ ടൈറ്റ് ആക്കി കൊടുന്നല്ലേ? ഞാൻ ഉമ്മാൻ്റെ പോയി വന്നത് ആ റൂമത്തെ ഫാൻ കറങ്ങണില്ല. ജിമ്മാന്റെ വലിയ പോയപ്പോ ഉമ്മാന്റെ വലിയ ഫാൻ കിടന്നു. അല്ല, ഞാൻ ഇവിടെ വന്നപ്പോ ഫാൻ കറങ്ങുന്നില്ല. എന്നാലും താക്കുവാ. എന്തൊക്കെ നിങ്ങൾക്ക് അദൃശ്യ ശക്തികളില്ല ആൾക്കാരായിട്ട് ഞങ്ങള്. പെരയിൽ കൂടെ പോയ ഫാൻ കറങ്ങണില്ല, കടന്നുറങ്ങുമ്പോൾ ബാക്കിന്ന് കൽക്കുഞ്ഞം വരുന്നു. ചില്ലറ കൊണ്ടോട്ടി ഭാഗത്തുള്ളൊക്കെ സാധാ കുട്ടികളല്ല കേട്ടോ, സൂപ്പർ കിഡ്സാണ്. അപ്പം റെഡിൻ്റെ ഇപ്പിമ്മയൊക്കെ വന്നിക്കണ്. അപ്പം അവിടെ പോയിട്ട് ഓലൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഓല ഇന്ന് 2ാമത്തെ ദിവസമാണ് വന്നത്, ഇന്നലെ വന്നിട്ടില്ല, ഇന്നാണ് വരുന്നത്. അവിടെ പോയിട്ട് കണ്ടോക്കാം. അപ്പോൾ ഷാനുവിൻ്റെ ഇപ്പം നേരത്തെ കോസ്റ്റ്യൂമിൽ കഴിഞ്ഞു. അപ്പോൾ കോസ്റ്റ്യൂം ഒന്ന് മാറ്റി, കാരണം റെഡിൻ്റെ വീട്ടുകാരും പോലൊക്കെ വരുന്നത് ഒന്ന് ചെത്തായിയാണ് ഇപ്പം എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഷാനുവിൻ്റെ ഇപ്പനെ കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത്
നമ്മളെ കൂട്ടത്തിലുള്ള ഒപ്പന്മാരൊക്കെ ഏകദേശം എല്ലാവരും ചില്ല തന്നെയാണ്. അപ്പം ഏറ്റവും ചില്ലായ ഒപ്പന്മാരുടെ ഇടയിൽ ഏറ്റവും സൂപ്പർ ചില്ലായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഷാനുവിൻ്റെ ഒപ്പ. കാരണം പറയുമ്പോൾ പ്രായം തോന്നിക്കണമില്ല, പ്രായം എന്താ പറയുക, പ്രായം തോന്നാത്ത ഒരാളുമാണ്. അത് മനസ്സിലും അതുപോലെ തന്നെയാണ് ഷാനുവിൻ്റെ ഒപ്പാൻ്റെ. അതായത് എപ്പോഴും നമ്മളെ കൂടെ ചെക്കന്മാരൊപ്പം കൂടുകയാണെങ്കിലും നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടുകയാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ രാത്രി ഇവിടെ വന്നാൽ എന്ത് സംസാരം ഉണ്ട് നമ്മളെ ഇടയിൽ കൂടാൻ പറ്റിയൊരു സാധാരണ ഒപ്പന്മാരായിട്ട് നമുക്ക് കമ്പനി അടിക്കാൻ നമുക്ക് പോയിട്ടുണ്ട്. പക്ഷെ ആ പേടി ഇല്ലാതെ ഞാൻ കമ്പനി അടിക്കണ ഒപ്പന്മാരിൽ ഒരാളാണ്. എന്താണ് വർത്താനം? നല്ല സുഖമാണ്. കല്യാണം എങ്ങനെ പോയി? കല്യാണമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അടിപൊളിയായിട്ട് നിങ്ങളെ ഡാൻസും കാര്യമൊക്കെ എനിക്കില്ലേ, എനിക്ക് നിങ്ങൾ ശരിക്കും നിക്കായിന്റെ ഷാനുവിന്റെ ബാക്കിൽ ഏറ്റവും കൂളായിട്ടിരുന്ന ആൾക്കാരിൽ ഒന്നും നിങ്ങളായിരുന്നു. കൂളായിരുന്നു ഇങ്ങനെ. ഫോട്ടോയിൽ കാണില്ല, കൂളായിട്ട് ഇരിക്കണ ഫോട്ടോ വന്നിട്ടില്ല, കിട്ടും, അത് നാളെ വരും, കുറച്ച് വന്നിട്ടുള്ളൂ. അപ്പം ഷാനുവിന് എന്റെ വക ഞാൻ ഒരു സമ്മാനം കൊടുത്തിരിക്കണേ. നിങ്ങളെ വീഡിയോ എടുക്കില്ലേ, ഒരു സമ്മാനം കൊടുത്തിരിക്കണേ. ആദ്യം ഒരു വാച്ച് കണ്ടോ? കാണിച്ചു തന്നിട്ടില്ല, നോക്കിയിട്ടില്ല. ഒരു വേറൊരു സമ്മാനം കൊടുത്തിരിക്കണേ. അതായത് ഷാനുവിന്റെ പഴയ ബെഡ് ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് എടുത്തിട്ടു. ഷാനുവിന് ഒരു പുതിയ ബെഡ് സമ്മാനമായിട്ട് കൊടുത്തിരിക്കണേ. നിങ്ങളൊന്ന് കടന്നു നോക്കി എങ്ങനെയുണ്ട്. ഇതിന്റെ വക, ഇന്റെ വക. ഇത് നല്ലോണ്ട്. ഷാനു 10 ഇഞ്ച് എന്തോ കൊടുത്തു. അതാണ് നല്ല ഗാനം. ഒന്ന് കടന്നു നോക്കി എങ്ങനെയുണ്ട്. ഈ പടാവാടാ ഇതേത് ഗെയിം? ഈ ഗെയിം ഞാനില്ലല്ലോ, ഞാൻ വേറെ ഗെയിം കളിച്ചോണ്ടിരിക്കായിരുന്നു. എന്താ വർത്താനം? അടിച്ചെടുക്കടാ. സൂപ്പറല്ലേ? സെറ്റല്ലേ? ഇനി നമുക്ക് കല്യാണങ്ങൾ ബാക്കിയുണ്ടോ? അപ്പൊ എത്ര ആൾക്കാരെ നമ്മൾ കെട്ടിച്ചു? ഒന്ന് കെട്ടിച്ചു, ഇനി ഒന്ന് കെട്ടിച്ചാണ്ട് രണ്ടെണ്ണം കെട്ടിച്ചു. ഒന്ന് കെട്ടി ഒന്ന് കെട്ടിച്ചു. ഓക്കെ. അപ്പൊ ഒരാളുടെ ഒന്ന് കെട്ടി ഒന്ന് കെട്ടിച്ചു, ഇനി ഒരാളെയും കെട്ടിച്ചു വിടാണ്ട് അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് വൈകാതെ പ്രതീക്ഷിക്കാം. അതിനോ ഹാപ്പി കഴിഞ്ഞു. ഷാരു എടുത്തു. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോ ബഹുമാനപ്പെട്ട ഡ്രഡിന്റെ ഫാമിലിയും കുടുംബവും കുടുംബാംഗങ്ങളും 2 പെങ്ങന്മാര്, ഒരേട്ടൻ, ഇപ്പ, ഇമ്മ, അളിയന്മാര് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് ചെക്കൻ്റെ വീട്ടിലാണ് എൻ്റെ ജോലി. അപ്പോൾ ഷാനുവിൻ്റെ അമ്മ ഫസ്റ്റിനെ കണ്ട പറയുന്നത് ദുബായ് വ്ളോക്കാക്കിയ ചെങ്ങയാണ് ഇവിടെ വന്ന് ചപ്പാത്തി ചൂടണമെന്നാണ് പറഞ്ഞു കേട്ടോ. ഇത് പൊള്ള എന്താ ചെയ്യാ? അയ്യോ അല്ല, ചെറിയ കരിയരി വേണോ? അങ്ങനെ അപ്പോളെ തിന്നാ രസം. ഇന്ന് എന്തൊക്കെയാ നമ്മള് സ്പെഷ്യല്? ചപ്പാത്തി, പത്തിരി, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ബീഫ്, ചിക്കൻ ഫ്രൈ. ഇന്ന് വിഭവങ്ങളോട് വിഭവങ്ങളാണ് കേട്ടോ. നിങ്ങളെ പുതിയപ്പോൾ ഇവിടെ വന്നപ്പോ എത്ര വിഭവങ്ങൾ ഉണ്ടായിനോ? അതാണ് ഉമ്മ പറഞ്ഞത്. മരുവോട് വന്നപ്പോ മരുവന്റെ സ്ഥാനം പോയോ എന്നൊരു തോന്നൽ. അതിനോട് ചപ്പാത്തിയാണോ ഇഷ്ടം, ഫ്രൈഡ് റൈസ് ആണോ ഇഷ്ടം, മന്തിയാണോ ഇഷ്ടം, എന്താ ഇഷ്ടം? ചപ്പാത്തി. എന്നാൽ അതിനുള്ള ചപ്പാത്തി കേട്ടോ. ഇതിട്ടോ നോക്കിയോ, നോക്കിക്ക ഏതാണ് ഇതിട്ടോ. ഓർമ്മ ഉണ്ടാവണം കേട്ടോ, അതിനെടുത്ത് തിന്നണം കേട്ടോ. സ്പെഷ്യലി മേഡ ഞാനെന്നാ അധികാരിക്കും ചപ്പാത്തി ചുട്ടെടുക്കാത്ത ആളാ. സ്കൂളിൽ പോയി പറഞ്ഞൂടെ ഞാൻ ചുട്ട ചപ്പാത്തി തിന്ന് ചപ്പാത്തി കൊണ്ട്. അടുക്കള സെറ്റായില്ലേ? ശരിക്കും ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെ അടുക്കള മാറുമ്പോ ഫീല് വ്യത്യാസം വരുന്നുണ്ടോ? എനിക്ക് ഈ അടുക്കളയിൽ പണിയെടുക്കാൻ അങ്ങനത്തെ ഒരു ഫീലും അല്ലേ? അപ്പൊ ക്രെഡിറ്റ് മുഴുവൻ അച്ഛനാണ്. അപ്പം ഓൺട്രിയോ ഹബീബ് ഉണ്ട് കേട്ടോ, പാവാട്ടോ. നമ്മൾ ഈ പണി ചെയ്തൊക്കെ ഓല വരുമ്പോഴല്ലോ ചീത്തറൊന്നും തോന്നില്ല. സാധുവാണ്, വലിയ ബോഡി. ഹബീബ് വലിയൊരു മനുഷ്യനും ചെറിയ മനസ്സുമാണ്. അപ്പൊ അടുക്കള മാറിയാൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മൂഡ് വരും. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും കയറാത്തതുകൊണ്ട് ഇത് എന്താ അതിന് കിട്ടുന്ന ഫീൽ എന്ന് മനസ്സിലാവണില്ലല്ലോ.
ഇത് ഇത്ര പോരെ? ആ മതി. അല്ല കൊള്ളണം എന്നങ്ങനെ അമർത്തി കൊടുത്താൽ മതി. പൊന്തണം, ഇങ്ങനെ അമർത്തി കൊടുത്താല് പൊള്ളയാവും. എന്റെ ഉമ്മ ഇത് കണ്ടോണ്ടല്ലോ. പെണ്ണിടിച്ചിരും. അല്ല ഇപ്പൊ വിളിച്ചു ഈ അടുക്കളയിലൊന്നും ഉണ്ടാക്കണല്ല, അവിടെ അടുക്കളയിൽ പോയി. അയിനോ ചപ്പാത്തി സെറ്റായില്ലേ? അപ്പൊ ഇത് അയിനൂന് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ. ഈ ചട്ടി ഇങ്ങനെ കണ്ടോ? നമുക്ക് ഇതിന്റെ പ്രത്യയശാസ്ത്രം ഒന്നും അറിയില്ലല്ലോ അല്ലേ? ആ ഇത് ഫുൾ സപ്പോർട്ടാട്ടോ. ഓ അനപ്പോ പൈസക്ക് വാങ്ങാൻ കിട്ടിക്കണേ വാങ്ങിനി. സ്ഥലം കൊടുത്താണെങ്കിൽ സ്ഥലം പണ്ടാണെങ്കിൽ പണ്ടാവും, പക്ഷെ കൊണ്ടുപോകാൻ പറ്റണ്ടേ? രണ്ട് ലാപ്ടോപ്പിന് പെങ്ങളെ വിറ്റ ആളാക്കി. ഞാൻ പറഞ്ഞേ പൈസക്ക് വാങ്ങാ പറഞ്ഞേ, അതിന് പോരണ്ടേ? ഓളപ്പൊക്കെ ആകെയുള്ള ആൺകുട്ടിയാ. ആൺകുട്ടി പെൺകുട്ടി കോളനിയാണ്. ഇതേ ഇജി മാത്രം തിന്നാ മതിട്ടാ, പുറത്തുനിന്ന് നിനക്ക് ഇത് കൊടുക്കരുതേ. ഇവൾക്കാണ് മോശം വരിക. ശേ അങ്ങനെ എടുത്തിട്ടാ. ഇതൊരു വേറെ പ്ലേറ്റ് എടുത്താണ് ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കട്ടെ. അത് കുഴപ്പമില്ലല്ലോ കാണാന്. മോശം ഉണ്ടത്? ഹായ്, കറി വെക്കട്ടെ? എന്ത് കറി വേണം? നമുക്കിന്ന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് കറി ഉണ്ട്. ഇന്നത് ഹോട്ടലാണ്, എന്നത്തെ പോലെ അല്ല കേട്ടോ. ചിക്കനിലുണ്ട്, ബീഫിലുണ്ട്. പിടിക്കിട്ടോ, 2 ചിക്കൻ ഫ്രൈ ഇടട്ടെ? എത്ര പീസ് കഴിക്കും? ഇത് ഫിഷാണോ? ആ ഓക്കെ. 2 പീസ് കഴിക്കോ? ഇനി ഒരു കുഞ്ഞു പീസും തരാം അല്ലേ? ഒരു വലിയ പീസും ഒരു കുഞ്ഞു പീസും, ഒരു ലെഗ് പീസും ഒരു കുഞ്ഞു പീസും. ഹാപ്പി ഹാപ്പി ഐ നോ ഹാപ്പി. ഹനാൻസി ചുട്ട ചപ്പാത്തിയുമായി ഇന്ന് അതിന് നേടിയിരിക്കുന്ന ഒരു വലിയ റെക്കോർഡാണ്. അതായത് ലോകത്തിൽ ആദ്യമായി ഞാൻ ചുട്ട ചപ്പാത്തി എന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തി ആര് പോവാണ്? അയിനു. അതെ അതെ, ഞാൻ ചുട്ട ആദ്യത്തെ ചപ്പാത്തി തിന്നുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയായി മാറാൻ ഇന്ന് അതിനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇതെന്നും ഓർമ്മയിലുണ്ടാവില്ലേ? ഞാൻ ഇനി ഒരു 1000 ചപ്പാത്തി ചുട്ടാലും ആദ്യത്തെ ചപ്പാത്തി ചുട്ട ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? എനിക്ക്. അത് നമ്മൾ തമ്മിലുള്ള എന്താണ്? സ്നേഹബന്ധം കൊണ്ടാണ്. എന്താണ് സ്നേഹബന്ധം? അതന്നെ. തിന്നോളിട്ടോ. കസാല ഇങ്ങോട്ടിട്ടാലും ഇപ്പൊ എത്തൂലല്ലോ. ഇപ്പൊ കുറച്ച് ഹൈറ്റിലാണല്ലോ എല്ലാം ഉണ്ടാക്കിയത്. ആ നിങ്ങളെല്ലാരും ഹൈറ്റ് ഉണ്ടല്ലോ. അല്ല നിങ്ങൾ അത്യാവശ്യം ഹൈറ്റില്ലേ? നിങ്ങളുണ്ട്, ഇമ്മുണ്ട്. ഞങ്ങൾ നാളെ പറയാതെ ഞാനൊക്കെ നാളെ പോവും. ആരും ചപ്പാത്തി നോക്ക് പറയും. തിന്നാൻ വെയിറ്റ് ചെയ്യാ, കമന്റ് ഇട്ടാൻ വെയിറ്റ് ചെയ്യാ. ഒരു കസാല കിട്ടോ? ഒരു കസാല കിട്ടോ? നാളെ സ്കൂളിൽ പോയിട്ട് എല്ലാരോടും പറയണം. നാളെ സ്കൂളിൽ നമുക്ക് സ്പോട്ടിൽ കിട്ടി. ഉയരും എന്നുയിരും ഏതോ തേടി. തിങ്കളാഴ്ച പറഞ്ഞാൽ മതി കേട്ടോ. അതാ നല്ലത്. അതാ എനിക്കൊക്കെ നല്ലത്. ഷാനുവിൻ്റെ അല്ല ഡ്രഡിൻ്റെ വീട്ടുകാരെല്ലാവരും അവിടെ എത്തിക്കണ്ട. ഇനി ഓല് ഫുഡ് കഴിച്ചിട്ട് ഓലൊന്നും ഇവിടെ വെക്കുക അല്ല, ഓല് പിരിയും. അന്വേഷിക്കാൻ വേണ്ടി വന്നത്. സ്വാതന്ത്ര്യദിനല്ലേ? ആന്ന് വിശപ്പല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ചപ്പാത്തി? ചപ്പാത്തി എങ്ങനെയുണ്ട്? സൂപ്പർ. ഹനാൻ പിള്ളൈ സൂപ്പർ തന്നെ. ചിക്കൻ ഇഷ്ടപ്പെട്ടാ? ഞാനാണിത് കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്നത്. ആ ടേസ്റ്റ് ഉണ്ടാ? കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന ടേസ്റ്റിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ചിക്കൻ ഗ്രേവി സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ലോഡ് സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ എല്ലാം ഒരുക്കിയിട്ട് ഇനി തീന്മേശയും കൂടി എല്ലാവർക്കും കാണിച്ചു. പുതിയാപ്പള്ളിയും പുതിയണ്ണിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുന്നിൽ 2 വ്യക്തിത്വങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട്. പേര്? ഇസാൻ. നുഹ ഖദീജ. അപ്പോൾ രണ്ടാളും ഡ്രഡിൻ്റെ താത്താൻ്റെ കുട്ടികളാണ് കേട്ടോ. എന്ത് തോന്നുന്നു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്? ഹാപ്പിയാണോ? ഹാപ്പിയാണ്.
മാക്സിമം ഫുഡ് മാക്സിമം കഴിച്ചിനോ? ആ സോനാപ്പപ്പടിയൊക്കെ തിന്നോ? ഏ സോനാപ്പപ്പടിയൊക്കെ തിന്നോ? കുറച്ച് കുറച്ച്. ഏത് ഭക്ഷണമാണ് കൂടുതൽ വെച്ചത്? മന്തിയാണോ ബീഫ് ബിരിയാണിയാണോ? ഒന്നും കഴിച്ചിട്ടില്ല. മന്തിയാണ് ഇഷ്ടപ്പെട്ടത്. അതെ, കളങ്കമില്ലാത്ത മനസ്സാണ്. എനിക്ക് മന്തിയാണെന്ന് പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടത്. അത് എനിക്കും മന്തി തന്നെയാണ്. മന്തിയാണ് ഇഷ്ടപ്പെട്ടത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്കൊന്നും തോന്നുന്നില്ല. ഇതെന്താണ്? ഡ്രസ് ആ, ഇത് കണ്ടിട്ട് ഡ്രസ്സിനെ പോലെയാണ് തോന്നുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളെ അളിയനല്ലേ? അളിയൻ ഷാനു, ഷാനുളിയൻ, ഷാനുളിയന്റെ ബിസിനസ് ആണോ അത്? ആ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടോ. വലുതായിട്ട് ടീഷർട്ടേ ഇത് സൺസൈനൊക്കെ മാറ്റി ഇൻലേഴ്സ് ആക്കിക്കൊണ്ടിട്ടോ. ഉഷാറാക്കട്ടെ. എൻ്റെ സൈസിൽ ഇപ്പോൾ സാധനമല്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഷാനുളിനോട് ചോദിച്ചു. ഷാനുളിനോട് ചോദിച്ചോണ്ട് കുട്ടികളെ ഒരു ഡ്രോപ്പ് ഇറക്കാൻ പറയട്ടോ. ഹാപ്പി അല്ലേ? Wow, I like my room. My room. It's so cute. You meet again? ഇതാരാ ഇവിടെ ഒട്ടിച്ച് പോയത്? നിങ്ങൾ ഇവിടെ വന്നതിന് മുമ്പ്? ഇല്ല. അല്ല, നിങ്ങൾക്ക് ഒരു സ്റ്റിക്കറിൻ്റെ തരട്ടെ ഞാൻ. നിങ്ങളുടെ ഡ്രസ്സുമ്മലൊക്കെ ഒട്ടിച്ചാൽ തന്നാൽ ഒന്നുമില്ല. തരണോ? വേണമെങ്കിൽ ആ തന്നാളി. ഇതാണ് ഞങ്ങളെ ബ്രാൻഡിൻ്റെ സ്റ്റിക്കർ. ഹിൻലെസ്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ ബാഗ് ഒട്ടിക്കാം, നിങ്ങളെ നോട്ട്ബുക്കും ഒട്ടിക്കാം, ഫോണിൻ്റെ ബാക്കിൽ ഒട്ടിക്കാം, ഒക്കെ ഒട്ടിക്കാം. കുഴപ്പമൊന്നുമില്ല. തന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ രണ്ടാളും ഇതിന് വീതം വെച്ച് ഒട്ടിച്ചോണ്ടിട്ടോ. ഇതിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാ? ഇതന്നെ ഉള്ളു. ഇതന്നെയാണ് അതും സെയിം ആണ്. പിന്നെന്താണ് മറ്റേ താങ്ക് യു ഫോർ പർച്ചേസിങ് ആണ്. നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ലല്ലോ, താങ്ക്സ് തരാൻ. പർച്ചേസ് ചെയ്യണ്ടോ? ഇത് വേണ്ടേ? നേരത്തോളി ഒന്ന് ഫുൾ വേണം. ആളെയും കണക്കിൽ എഴുതിക്കോളും. എന്തായാലും ഒക്കെ അവനെ പരിഗണനല്ലേ പോണത്. ഏതാ വണ്ടി എനിക്കിതിൽ? ഇനിയിപ്പോൾ എല്ലാം ഇഷ്ടമെല്ലാം എടുക്കാമല്ലോ രണ്ടാക്കും. ഇഷ്ടപ്പെട്ടോ? ജയ് ഹിൻലെസ്. ജയ് ഹിൻലെസ്. നമുക്കറിയില്ല. ജയ് ജയ് ഹിൻലെസ്. 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 താങ്ക് യു. സോ ക്യൂട്ട്. ഓക്കെ, ബൈ. വരി. ഇപ്പൊ കടന്നു വരുന്നു. കള്ളനെ ഓക്കെ. നിങ്ങൾ ബ്രെഡിന്റെ അളിയന്മാരെ കാണാം. അളിയന്മാര് അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ ഫ്രെയിമിൽ കാണുന്നത് ഡ്രെഡിൻ്റെ അളിയന്മാരാണ്. അളിയൻ ബന്ധം. 3 അളിയന്മാർ ഓൾറെഡി. ഒരളിയൻ സ്വന്തം അളിയൻ, അതായത് ഡ്രെഡിൻ്റെ ഏട്ടൻ. പിന്നെ ഓന് കിട്ടിയത് 2-3 അളിയന്മാരാണ്. അപ്പം അതിനാലും 3 അളിയന്മാരാണ് ഇപ്പോൾ ഫ്രെയിമിലുള്ളത്. ഏറ്റവും പുതിയ അളിയനോടൊപ്പം സ്വല്പ നേരം പങ്കിടുന്ന ഷെനൂബലി കൊണ്ടോട്ടി. ലൈറ്റ് മുഖത്ത് കടിക്കാൻ വേണ്ടി മാക്സിമം വളഞ്ഞു നിൽക്കുന്ന ഷെനൂബലി കൊണ്ടോട്ടി. മറ്റളിയന്മാരോട് എന്ത് പറയണമെന്നറിയാതെ ഇൻട്രോവേർട്ടായി എത്രയും പെട്ടെന്ന് എങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ ചിന്തിക്കുന്ന ഇൻട്രോവേർട്ട് ഷെനൂബ്. അളിയന്മാരോടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അങ്ങനൊന്നും അളിയൻ്റെ ഇപ്പോൾ ഫോട്ടോ ഞാനൊക്കെയാ നമ്മൾ ജിങ്ങക്ക് ശരി. ഞാൻ ഒറ്റക്ക. ഞാൻ എന്താ അങ്ങോട്ട് നോക്കരുത്. ഓക്കെ, ഒന്നിനും എടുക്കണം. എന്നാ സെറ്റാക്കി എടുക്കാം. ഓക്കെ,
ഷാനു അങ്ങോട്ടെ നിന്ന് പോരെ നിന്നോ ഞാൻ മാത്രമേ ഉള്ളൂ ഔട്ട് ഓഫ് എല്ലാരും കാണുന്നുണ്ട് ഇപ്പൊ നോക്കി അതിനാണേ അതിനാണെന്നെങ്കിൽ ഇവിടെന്നോ ഇവിടെന്നോ ആ ഓക്കെ ഓൺ ഗെയിമിലാ ഞാനിതിലില്ല ഞാൻ ഗെയിം കളിക്കട്ടെ എനിക്കൊക്കെ ശീലം അങ്ങനെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അങ്ങനല്ല നിങ്ങളൊരു 200 ഫോട്ടോ തന്നെ ഇരുത്തിരിപ്പിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എടുക്കൂ നോ പ്രോബ്ലം നീ നേരെ വീട്ടുക ഇപ്പ നേരെ വീട്ടുക വരി അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ ഉള്ളത് മറ്റാരുമല്ല ബഹുമാനപ്പെട്ട ഷാനുവും ഡ്രഡുമാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ട് 24 മണിക്കൂറായോ? അല്ല ഇവിടെ എത്തിയിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് 24 മണിക്കൂറായി. 24 മണിക്കൂറായിട്ടില്ല. അപ്പൊ ആദ്യത്തെ കല്യാണമായിരുന്നല്ലോ, എന്ത് തോന്നുന്നു? പക്ഷെ എന്റെ മുഖത്തില് ആ പറഞ്ഞ ഒരു ടെൻഷൻ എന്റെ മുഖത്തില്ല. നീ ആദ്യം മുതൽ അവസാനം വരെ ഒരു കുഴപ്പമില്ല നിന്ന് നിക്കാന്റെ ടൈമിലാണ്. നിക്കാന് കോമഡി ആക്കണ മോലോട് ഇങ്ങനെ പറഞ്ഞപ്പോളേ സൗജത്തുക്ക ഞാന് എന്നിട്ട് മറ്റൊരു വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞൊക്കെ അവിടുന്ന് പറഞ്ഞിരിക്കണം ബാക്കിൽ നിന്ന്. ഉഷാറായോ? എങ്ങനെ ഉണ്ടായി ഡ്രഡ കല്യാണം? കേരളക്കാരെ ഉറ്റു നോക്കിയ ഒരു കല്യാണമായിരുന്നു. എന്ത് തോന്നുന്നു? അൽഹംദുലില്ലാ നല്ലേ നടന്നു. ഞാൻ വിചാരിച്ച ആകെ എന്തെല്ലോ ആക്കുന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ബിക്കോസ് കല്യാണ വീഡിയോ ഒക്കെ ഓ നല്ല എന്റെ കുതിര സ്വപ്നം നടന്നില്ല. അപ്പൊ എങ്ങനെ സമ്മാനങ്ങൾ ഇഷ്ടപ്പെട്ടാ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ എന്തായാലും അപ്പൊ എന്തായാലും സമ്മാനങ്ങൾ ബൈക്ക് ഇനിയും വരാനുണ്ട്. ഒരുപാട് സൽക്കാരങ്ങളിൽ പോകാനുള്ളത് കൊണ്ട് ഷാനു കുറച്ച് ദിവസം തിരക്കിലാവും. ഞാൻ പരിപാടിക്കൊന്നും വിളിച്ചണേ അല്ല, ഷാനോട് ചോദിച്ചണല്ല വരുന്നുണ്ടോ. അപ്പൊ എന്തായാലും കല്യാണമൊക്കെ അടിപൊളി, എല്ലാവരും വിചാരിച്ച പോലെ എല്ലാ ഫ്രണ്ട്സും നമ്മളെല്ലാവരും ഒത്തുകൂടി ഒരുപാട് കാലത്തിന് ശേഷം കൂടിയാണ്. സോ കല്യാണം ബ്ലോഗ്സും ഇല്ലില്ല എന്തെങ്കിലും അലമ്പ ഞങ്ങളെ സൈഡിലോ ഇല്ലല്ലോ. പിന്നെന്താ ഷാനും അവിടെ കീപ്പ് ചെയ്ത ടീച്ചറില്ലേ നമ്മളടിയിലുള്ള ട്രിക്ക് എന്താ? ഞാൻ നിക്കാഹിന് ലേറ്റ് ആവുന്ന വെച്ചാൽ ഇങ്ങനെ പോവാ ഡ്രൈവ് ചെയ്തിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഷാനു ബാക്കിൽ തന്നെ ഉണ്ട്. കാരണം മോലിൽ എന്തായാലും എന്നെ വെയിറ്റ് ആക്കൂലല്ലോ. ചെക്ക വന്ന അതിന്റെ ഇടയിൽ നിഹാല് പടക്കം പൊട്ടിച്ച പ്രശ്നം കൊല്ലിനെ കൊല്ലും മരൊക്കെ ഞാൻ ഒന്നും പറയില്ല. എന്നോട് ചോദിച്ചിട്ടുണ്ടേ, എന്നോട് സൽമാൻ പറഞ്ഞു പടക്കം പൊട്ടിക്കണ്ടാറ് പൊട്ടിച്ചോളാറ്. ഇവരെങ്ങാട്ടി വലിയൊരു ടീമുണ്ട്, അലമ്പുണ്ട് ബാംഗ്ലൂർ. അങ്ങനെ പറയുമ്പോ എന്താ അറിയോ, നമുക്ക് തോന്നൂല പൊട്ടിക്കാതെ പോയതല്ലേ. സ്റ്റേജിൽ കയറാനൊന്നും ഗ്യാപ്പ് ഇട്ടിട്ടില്ല. സ്റ്റേജിൽ അങ്ങനെ വന്ന എല്ലാവർക്കും ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലേനോ, ഫാമിലിക്കും ഫ്രണ്ട്സിനോ. അപ്പൊ അത് ഭയങ്കര സോക്സ് എടുക്കാനാടാ ഷാനോ. അപ്പം ഇതൊക്കെയാണ് കല്യാണത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും ഭയങ്കര എടുങ്ങാറായി എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനോ ഒരു കിളിപാറി നടക്കാരൊക്കെ ആരൊക്കെ കല്യാണത്തിന് വന്നറിയില്ല. അതായത് നമ്മൾ സ്റ്റേജ് നോക്കുമ്പോ അങ്ങോട്ട് നോക്കുമ്പോ ഫുള്ള് ബ്ലാങ്ക്. അതെന്താ അറിയോ, കല്യാണപ്പേരിൽ നമ്മൾ ആരും കുറ്റം പറയാൻ പറ്റില്ല. ഒന്നാമത് നിങ്ങൾക്ക് അവിടെ റോളില്ല, ആരപ്പം ഫോട്ടോ എടുക്കണം. പിന്നെ
വന്നു പോയ കോണ്ടാക്ട്സിനോടൊന്നും നമുക്ക് കൂടുതൽ സംസാരിക്കാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓലെ ട്രീറ്റ് ചെയ്യാനുള്ള ടൈമില്ല. കാരണം നമുക്കത് ശീലമായിട്ട് ഇപ്പം ഇന്നലെ വന്ന ആൾക്കാർ, ഞാൻ വ്ളോഗിൽ ഇന്നലെ പറഞ്ഞ കാര്യമുണ്ട്, അറിയുന്ന ആൾക്കാർ അതേ എമൗണ്ട് ഓഫ് ലെവലിൽ മിർഷാദിക്കാൻ ലാൻഡ്സ്കേനിൽ ഓലൊക്കെ ഇനിയും കൂടി അറിയണതാണ്. അപ്പം ഇവനെക്കാട്ടിലും പണി ശരിക്കും എനിക്ക് എന്നെ കല്യാണം പേരില്ല. ഞാൻ എല്ലാവരും ഡീൽ ചെയ്യുക ഫുഡ് കഴിക്കാൻ വിടുക അങ്ങോട്ട് ഇങ്ങോട്ട്. പക്ഷെ എല്ലാവരും എത്തണ്ടേ ആരെടുത്തും എത്തിയില്ല ഇന്നലെ. സാധു സൈദിനൊക്കെ എനിക്ക് വല്ലാണ്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോത്തിന് അടുത്ത ആൾക്കാർ വരും, അപ്പോത്തിന് അനസ്ക് വരും, അപ്പോത്തിന് അടുത്ത അങ്ങനെ ഓരോ കോണ്ടാക്ട്സ് വന്നോണ്ടേ സർക്കിൾ ഏകദേശം എല്ലാവരും ഒരേപോലെയാണ്. അതേപോലെ കൊച്ചിയിൽ വന്ന് അതേമാതിരി കൊച്ചിക്ക് കല്യാണത്തിന് വേണ്ടി മാത്രം വന്ന ഇപ്പത്താ. അപ്പം കല്യാണം എന്തായാലും ഇപ്പത്തെ വ്ളോഗ് കാണലുണ്ട്, അപ്പൊ കണ്ടുണ്ടാവും. അപ്പം എന്തായാലും കല്യാണമൊക്കെ അടിപൊളിയായി, നിക്കാഹ് അടിപൊളിയായി. ജസീം ഖത്തറിൽ നിന്ന് വന്നു, പിന്നെ ഖത്തറിലേക്ക് അത് കല്യാണം മാത്രമാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതിന്റെ പിറകില് അപ്പൊ അതിന്റെ പിറകില് കല്യാണം ഷാനുവിന്റെ പേരിന് കല്യാണം മാത്രമല്ല, ഷാനുവിന്റെ കല്യാണം ആണെന്നുള്ള പേരില് മറ്റ് പലതിനും നാട്ടിൽ വന്നു, എന്നിട്ട് പോകുന്നു. അപ്പൊ എന്തായാലും അതാണ് കല്യാണത്തിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇനിയിപ്പം ഡ്രഡിന്റെ വീട്ടിലത്തെ പെണ്ണിന്റെ വീട്ടിലത്തെ പരിപാടികളെ കഴിഞ്ഞിട്ടുള്ളൂ. ഇൻഷാല്ലാ ചെക്കന്റെ വീട്ടിലത്തെ കുറച്ച് പരിപാടികൾ ഞങ്ങൾക്ക്. പക്ഷെ ഷാനുവിനോട് ഇന്നലെ പറഞ്ഞേ, ഇന്നലെ ഇളക്കിനെ വിളിച്ച് റിസപ്ഷൻ ഒന്നും ഉണ്ടാവില്ലട്ടാ, ഷാനു എന്താ പറയാ, ഷാനു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യും, വേണമെങ്കിൽ വാണ്ടി ഫുഡ് ആൾക്കാർക്ക് വെച്ചെടുക്കും. പക്ഷെങ്കിൽ ഈ മാതിരി പെറ്റിക്കോട്ടും സാധനം ജാക്കറ്റും സംഭവം തൊലിമ പിടിച്ച സാധനങ്ങൾ ഇട്ടിട്ട് സ്റ്റേജിൽ 2-3 മണിക്കൂർ ആൾക്കാർ മുന്നിൽ പൊട്ടനായി നിൽക്കാൻ അതിനെന്നെ കിട്ടില്ല. അത് മാത്രമാണ് ഷാനു പറഞ്ഞത്. അപ്പൊ അങ്ങനെ അല്ലാതെ കല്യാണം നടക്കൂല. പള്ളിയിൽ വെച്ചൊരു നിക്കാഹ് അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ 2 രക്തഹാരം, അതാ ഏറ്റവും ബെറ്റർ. അപ്പം അതൊക്കെയാണ് കല്യാണ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ പിന്നീട് പറയണം. എനിക്ക് മാനന്തവാടി എത്തണം. ഞാൻ ഈ റിവ്യൂ കിട്ടാനാണ് 2 മണിക്കൂറോളം ഇവിടെ പോസ്റ്റ് ആയിരുന്നത്. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ചു. അപ്പൊ എന്തായാലും അടിപൊളി ഫുഡ്. ഞാൻ അമർത്തിയ പത്തിരിയ, ഞാനാ ചുട്ട ചപ്പാത്തി ചോദിച്ചോക്കെ. അപ്പൊ റെഡിന്റെ പെരക്കാർക്കൊക്കെ ചപ്പാത്തി ചുട്ടുകൊടുത്തത്. ഞാൻ ആദ്യമായിട്ട് ചപ്പാത്തി ചുട്ടുകൊടുത്ത് ട്രീറ്റ് ചെയ്തേ പെൺവീട്ടുകാരാണ് റെഡിന്റെ വീട് കേട്ടോ. ഓ അതുണ്ട്, അത് മനസ്സിലായോ? ആദ്യമായിട്ട് ഇപ്പൊ അച്ഛൻ്റെ അവൾക്ക് എനിക്ക് ചപ്പാത്തി ഇടാൻ പറ്റിയില്ല, ബാസിനോട് ചപ്പാത്തി ഇടാൻ പറ്റില്ല, അർഷുനോട് ചപ്പാത്തി ഇടാൻ പറ്റില്ല. എന്റെ പേർക്കാർക്ക് വേണ്ടി എന്താ ചുട്ടേ ചപ്പാത്തി ചുട്ടിനാണെങ്കിൽ അടുക്കള നന്നാക്കി, അടുക്കള ഫുള്ള് ഈ ചപ്പാത്തി ഇടാൻ അടുക്കള കോലത്തിലാക്കി, അങ്ങനെ. അപ്പൊ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ അടുക്കളയോ ഇതല്ലോ എനിക്ക് വേണ്ടിട്ടല്ല, ഉമ്മ കാലങ്ങളായി പറഞ്ഞ കാര്യമാണ്. 2-3 വേണ്ട ഉമ്മ പറഞ്ഞു. ഞാൻ ഉമ്മനോട് ബ്ലോഗ് ചോദിച്ചു, ബ്ലോഗിൽ എന്താണ് അടുക്കള മാറുമ്പോഴുള്ള മാറ്റം. നമുക്ക് പണിയെടുക്കാൻ തോന്നും. മറ്റേത് എങ്ങനെ അവിടേക്ക് പോകണല്ലോ എന്നുള്ളൊരിതാണ്. മറ്റേത് ഇപ്പം മൂഡ് കറക്റ്റ് ആവും. ഇൻഷാല്ലാ ഇതൊക്കെ കാണുമ്പോ എനിക്കും അടുക്കള നന്നാക്കാൻ തോന്നും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അപ്രതീക്ഷിതമായി കിട്ടിയ വ്ളോഗാണ്. കാരണം ഞാൻ ഇതിവിടെ വന്ന് ഇത് കൊടുത്ത് പോകാന്നുള്ള ഇത് എൻ്റെ 5 മണി 6 മണി പോകണം. ഡ്രെഡിൻ്റെ ഫാമിലി ഇവിടെ വരുന്നത്. ഞാൻ ആരും ഹനാൻ ഇന്നത്തെ പരിപാടിയായിട്ട് വലിയ എന്ന് പറഞ്ഞാൽ പറയാൻ നിൽക്കണം. ഞങ്ങളെല്ലാവരും കുറച്ച് നേരം കുറ്റം പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഡ്രെഡിൻ്റെ ഫാമിലി വരുന്നത് ഇവിടെ സൽക്കാരം ഉള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ വന്നപ്പോൾ ഷാനു അല്ല ഞാൻ പിന്നെ വന്ന് കുടുങ്ങി. മോശമായോ? അത് പിന്നെ അടുക്കളയിലൊക്കെ കൂടി പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നലെ ആക്കാനൊന്നും വന്നില്ലല്ലോ, നൈറ്റ് ആയില്ലേ. അപ്പൊ പിന്നെ ഒരു മുളക് കിട്ടിച്ചിട്ടാ. അപ്പൊ സമ്മാനങ്ങളൊക്കെ നിക്കാഹ് നമഹൊക്കെ അവിടെ വെച്ചിട്ടുണ്ടോ? ഇത് ഷാനുവിന്റെ ഒരു ഫാൻ പേജ് ഉണ്ട് കേട്ടോ. ഷാനു പറഞ്ഞ ഇതൊരു പെൺകുട്ടിയാണ് ഡീൽ ചെയ്യണം. അപ്പം ഇവളെ കല്യാണത്തിന് ഇന്നലെ വിളിച്ചിനി ഷാനു. ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്തു. നല്ല എഡിസാണ് കേട്ടോ, സൂപ്പർ എഡിസാണ് അവള് ചെയ്യണതൊക്കെ. അടിപൊളിയായിട്ട് ചെയ്യലുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ അവള് നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു അടിപൊളിയാണ് സംഭവങ്ങളൊക്കെ. ഓല് ചെയ്താണ് നിക്കാഹ് നമഹ. ഓ അമ്പലപ്രാവിന്റെ തൂവലൊക്കെ വെച്ചിട്ടൊരു ഇതാണ് ട്രെഡിന്റെ ഒറിജിനൽ പേര് കേട്ടോ. ആയിഷ ലിയാന. ഇതാണ് ഷാനുവിന്റെ ഒറിജിനൽ പേര്. സെനുബലി സെനുബലി കൊണ്ടോട്ടി സെനുബലി. അപ്പം ഇതൊക്കെയാണ് കല്യാണ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വ്ളോഗ് ഇഷ്ടപ്പെടുന്ന മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിച്ച് ഞാൻ പോവുകയാണ്, മാനന്തവാടിയിലേക്ക് പോവുകയാണ്. ഇനി അവിടുത്തെ വിശേഷങ്ങളും ബാക്കിയുള്ള പരിപാടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിലും പിറ്റത്തെ വ്ളോഗിലൊക്കെ കാണാം ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കല്യാണ വ്ളോഗ്സ്, അതായത് ഡ്രെഡിൻ്റെയും ഷാനുവിൻ്റെയും കല്യാണ വ്ളോഗ്സ് ഉണ്ട്.
ഒന്ന് വരാണ്ട് മറ്റേ പ്രീ വെഡിങ് ഷൂട്ടിന്റെ അപ്പം വന്നില്ലേ അപ്പൊ തുരുതുര നമ്മളെ വ്ളോഗുകൾ ഇരുന്ന് കണ്ട അതായത് ലക്ഷം വ്യൂസ് ആണ് കേരളക്കര ഏറ്റെടുത്ത കല്യാണമാണ്. അപ്പം എല്ലാവരും അല്ലാഹു മുബാരിക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഒരു വൈവാഹിക ജീവിതം 120 വർഷം ജീവിക്കാനുള്ള ഒരു ഹൈറും ബർക്കത്തും പഠിച്ച രണ്ടാക്കും കൂടി കൊടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. റബ്ബേ ആമീൻ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു. ബൈ ബൈ.